ഹായ്, നിങ്ങൾ വിമാനം പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ അതിൻ്റെ പിന്നിലൂടെ പുക പോകുന്നതായിട്ട് കാണാം. ഇത് ആക്ച്വലി എഞ്ചിനിൽ നിന്ന് വരുന്ന പുക തന്നെയാണോ? സയൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാസ്ത്രലോകത്തെ രസകരമായ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് വരെ വിമാനത്തിൽ യാത്ര ചെയ്യാനൊരു അവസരം കിട്ടി. അതും ജനാലക്കടുത്തുള്ള സീറ്റ് തന്നെ കിട്ടി, അതും വിമാനത്തിൻ്റെ ചിറകിൻ്റെ തൊട്ടു പിന്നിലായിട്ട്. അപ്പോൾ ഈ പുക എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ച്വലി ഉണ്ടാകുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് നോക്കാം. അതിനു മുമ്പ് ആക്ച്വലി വിമാനം എങ്ങനെയാണ് പറക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വിമാനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്താൽ എൻജിനിൽ നിന്നുള്ള അതിശക്തിയായി പുറത്തേക്ക് വരുന്ന കാറ്റ് കാരണം വിമാനം മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് അതിൻ്റെ മുമ്പിലുള്ള കാറ്റ് വിമാനത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ ചിറകിൻ്റെ പ്രത്യേക ഷേപ്പ് കാരണം വിമാനത്തിൻ്റെ ചിറകിൻ്റെ താഴെ കൂടെ പോകുന്ന കാറ്റിൻ്റെ സ്പീഡും മുകളിലൂടെ പോകുന്ന കാറ്റിൻ്റെ സ്പീഡും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് മുകളിലൂടെ പോകുന്ന കാറ്റിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, താഴെ കൂടെ പോകുന്ന കാറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം കാറ്റിൻ്റെ വേഗതയും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അതായത് കാറ്റ് സ്പീഡിൽ പോകുന്നിടത്ത് മർദ്ദം കുറവും, അതായത് പ്രഷർ കുറവും, കാറ്റ് കുറഞ്ഞ വേഗത്തിൽ പോകുന്ന സ്ഥലത്ത് മർദ്ദം കൂടുതലുമായിരിക്കും. അപ്പോൾ വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുകളിൽ മർദ്ദം കുറവാണ്, അതായത് പ്രഷർ കുറവാണ്, താഴെ പ്രഷർ കൂടുതലാണ്. ഇവിടെ മർദ്ദം കൂടുതലും ഇവിടെ മർദ്ദം കുറവാകുമ്പോൾ വിമാനത്തിന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ അത് വിമാനത്തിന് മുകളിലേക്ക് പുഷ് ചെയ്യും. അങ്ങനെയാണ് വിമാനം പറക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുക ഉണ്ടാകുന്ന പ്രതിഭാസം എങ്ങനെയാണ് ആക്ച്വലി നടക്കുന്നത് നോക്കാം. ഈ വിമാനത്തിൻ്റെ ചിറകിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചിറകിൻ്റെ താഴെ മർദ്ദം കൂടുതലും മുകളിൽ മർദ്ദം കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എഡ്ജിൽ വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഈ അറ്റത്ത് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും കാറ്റ് പെട്ടെന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് ഇതുവഴി കടക്കും, ഇങ്ങനെ ചാടിക്കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു വൃത്താകൃതിയിൽ ഈ കടക്കുന്ന കാറ്റ് കാരണം വിമാനം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു സ്പൈറലായിട്ട് കാറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സ്പൈറലിൽ കാറ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പീഡ് കൂടിയ കാറ്റ് കാരണം ആ ഒരു സ്പൈറലിൽ മർദ്ദം വളരെ കുറയും. അപ്പോൾ മർദ്ദം കുറയുമ്പോൾ അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പുണ്ടെങ്കിൽ, നല്ല മഴയൊക്കെ ഉള്ള കാലാവസ്ഥ ആണെങ്കിൽ ആ മർദ്ദം കുറഞ്ഞ സ്ഥലത്ത് അന്തരീക്ഷത്തിലെ ജലം, അതായത് വെള്ളം കണ്ടൻസ് ചെയ്യും. അവിടെ പ്രഷർ വളരെ കുറവാണെങ്കിൽ അന്തരീക്ഷത്തിലെ ജലം ഐസായിട്ട് മാറും. അപ്പോൾ ആ ഒരു കണ്ടൻസ് ചെയ്ത വെള്ളമാണ് നമ്മൾ പുകയായിട്ട് കാണുന്നത്, അല്ലാതെ അത് ആക്ച്വലി പുകയല്ല. ഇതിന് വിങ് ടിപ്പ് വോർട്ടെക്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രതിഭാസം കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ വിമാനത്തിന് ഒരു ഡ്രാഗ് അനുഭവപ്പെടും, അതായത് ഒരു ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ കൂടുതൽ ഇന്ധനം ചിലവാക്കേണ്ടി വരും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പണ്ട് എഞ്ചിനീയേഴ്സ് ഇവിടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു വിങ് ടിപ്പ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ വായുവിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വോർട്ടെക്സ് രൂപപ്പെടില്ല. അപ്പോൾ പെട്രോൾ കുറച്ചേ ചിലവുള്ളൂ, കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വിമാനം ഇന്ധനം ചിലവഴിക്കും. നിങ്ങൾ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും, എന്തിനാണ് വിമാനത്തിൻ്റെ ചിറകിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ടിപ്പ്, ഒരു സ്റ്റൈലായിട്ട് ഒരു സംഭവം എന്തിനാണുള്ളത്? ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ വിമാനത്തിൽ നിന്ന് എനിക്ക് പകർത്താൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്ച്വലി വിമാനത്തിൻ്റെ ചിറകിൻ്റെ അറ്റത്ത് നിന്നല്ല ആക്ച്വലി ഈ ഒരു പുക വരുന്നത്. കാരണം അതിനൊരു വിങ് ടിപ്പ് ഉള്ളതുകൊണ്ട് വിങ്ങിൻ്റെ അറ്റത്ത് ഈ ഒരു വിങ് ടിപ്പ് വോർട്ടെക്സ് ഫോർമേഷൻ നടക്കില്ല. മറിച്ച് അതിന് വിങ്ങിൻ്റെ ഫ്ലാപ്പ് എന്ന് പറഞ്ഞൊരു വേറൊരു ഭാഗമുണ്ട്. വിങ്ങിൻ്റെ അറ്റം പോലെ തന്നെ ഫ്ലാപ്സ് ഉണ്ട്. ആ ഫ്ലാപ്പിൻ്റെ അറ്റത്ത് നിന്നാണ് ഈ ഒരു പുക ജനറേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശാസ്ത്രലോകത്തെ രസകരമായ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണിൽ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് 29 degrees Celsius. For your safety, please remain seated at